നമസ്കാരം. ട്രംപിന് ഇത് എന്തിന്റെ പ്രശ്നമാണെന്നാണ് അറിയാൻ പറ്റാത്തത്. ഇന്ത്യയുടെ കാര്യം നോക്കാൻ ഇന്ത്യക്ക് അതിശക്തനായ ഒരു ഭരണാധികാരി ഉള്ളപ്പോൾ ഇറാൻ ഇസ്രായേൽ യുദ്ധം അവസാനിപ്പിക്കാൻ മധ്യസ്ഥത വഹിക്കാൻ തയ്യാറായി വന്ന റഷ്യൻ പ്രസിഡന്റ് പുടിനോട് ട്രംപ് പറഞ്ഞ അതേ കാര്യമാണ് ട്രംപിനോട് ഇന്ത്യൻ ജനതയ്ക്കും പറയാനുള്ളത്. പോയി ആദ്യം സ്വന്തം കാര്യം നോക്കാൻ. ഇന്ത്യയുമായി പാകിസ്ഥാൻ ഏറ്റുമുട്ടിയാൽ പൊടി കാണില്ല എന്ന് ട്രംപിനും ലോകരാഷ്ട്രങ്ങൾക്കും നന്നായി അറിയാം. മോദി യാതൊരു നിയന്ത്രണങ്ങളും ഇല്ലാതെ മുഴുവൻ അധികാരങ്ങളും തീരുമാനങ്ങളും അന്ന് വിട്ടുകൊടുത്തത് സൈനിക മേധാവികൾക്കാണ്. അത്ര ഉറച്ച വിശ്വാസം സ്വന്തം സൈന്യത്തിന്റെ കാര്യപ്രാപ്തിയിലും കഴിവിലും ഉണ്ടായിരുന്ന മറ്റൊരു ഭരണാധികാരി ലോക ചരിത്രത്തിൽ ഉണ്ടായിരുന്നോ എന്ന കാര്യം പോലും സംശയമാണ്. ഇത്രയും വലിയൊരു സൈനിക നടപടി, അതും ഇന്ത്യയുടെ അഭിമാനത്തിന്റെ കൊടി നാട്ടേണ്ട സൈനിക നടപടി, അത് നടത്തുമ്പോൾ സേനയിൽ വിശ്വാസമർപ്പിച്ച് മാറി നിൽക്കാൻ പോലും മോദിക്ക് കഴിയണമെങ്കിൽ ഇന്ത്യയുടെ സൈനിക ആയുധശേഷി അത്ര ചെറുതല്ല എന്ന് വേണം മനസ്സിലാക്കാൻ. അങ്ങനെ ഒരു ഭരണാധികാരിക്ക് സൈനിക നടപടി നിർത്തിവെക്കാൻ മാത്രം തീരുമാനമെടുക്കാൻ ട്രംപിന്റെ അനുവാദം കാത്തു നിൽക്കേണ്ട കാര്യമില്ല. എന്നിട്ടും ഇപ്പോഴും ട്രംപ് പഴയ വാക്കുകളിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. പക്ഷെ ഇപ്പോൾ പറയുന്ന കാര്യങ്ങളിൽ കുറച്ചുകൂടി ചേർത്തിട്ടുണ്ട്, മേമ്പൊടിക്കെന്ന് മാത്രം. മേയിൽ നടന്ന ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിനിടെ 5 ജെറ്റ് വിമാനങ്ങൾ തകർക്കപ്പെട്ടതായാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പുതിയ വാദം നിരത്തുന്നത്. വൈറ്റ് ഹൌസിൽ ഏതാനും റിപ്പബ്ലിക്കൻ നിയമസഭാംഗങ്ങൾക്കൊപ്പമുള്ള അത്താഴ വിരുന്നിനിടെയായിരുന്നു ട്രംപിന്റെ പുതിയ പരാമർശം. എന്നാൽ തകർന്ന ജെറ്റ് വിമാനങ്ങൾ ഇന്ത്യയുടേതാണോ പാകിസ്ഥാന്റേതാണോ എന്ന് വ്യക്തമാക്കാൻ ട്രംപ് തയ്യാറായിട്ടില്ല. വ്യാപാര കരാർ ഉപയോഗിച്ച് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വെടിനിർത്തലിന് മധ്യസ്ഥത വഹിച്ചത് താനാണെന്ന അവകാശവാദം ട്രംപ് വീണ്ടും ഉന്നയിക്കുകയും ചെയ്തു. എന്നാൽ ട്രംപിന്റെ ഇതേ കഴിവ് ഉപയോഗിച്ച് തന്നെ ഇന്ത്യ പാകിസ്ഥാനെതിരെ നടത്തിയ സിന്ധു നദീജല ഉപരോധം നിർത്തലാക്കിക്കാൻ ട്രംപിന് എന്തുകൊണ്ട് കഴിഞ്ഞില്ല എന്നുള്ള ചോദ്യം അപ്പോഴും അവിടെ ബാക്കിയാവുകയാണ്. ഞങ്ങൾ കുറെ യുദ്ധങ്ങൾ അവസാനിപ്പിച്ചിട്ടുണ്ട് എന്നും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പ്രശ്നം ഗുരുതരമായിരുന്നു എന്നുമാണ് ട്രംപ് പറയുന്നത്. വിമാനങ്ങൾ വെടിവെച്ചിടുകയായിരുന്നു എന്ന് പറഞ്ഞ ട്രംപ് യഥാർത്ഥത്തിൽ 5 ജെറ്റുകൾ വെടിവെച്ചിട്ടെന്നാണ് തോന്നുന്നതെന്നും രണ്ടും ആണവ രാജ്യങ്ങളാണ്, അവർ പരസ്പരം ഏറ്റുമുട്ടുകയായിരുന്നു എന്നും കൂട്ടിച്ചേർത്തു. പുതിയ യുദ്ധമുഖം തുറക്കുന്നുവെന്നാണ് കരുതിയത്. എന്നാൽ ഇറാനിൽ അമേരിക്ക അവരുടെ ആണവശേഷി പൂർണ്ണമായും തകർത്തു. എന്നാൽ ഇന്ത്യയും പാകിസ്ഥാനും സംഘർഷവുമായി മുന്നോട്ട് പോവുകയായിരുന്നു എന്നും അത് വലുതായിക്കൊണ്ടിരുന്നതിനാൽ ഒടുവിൽ വ്യാപാര കരാർ മുൻനിർത്തി ട്രംപ് അത് പരിഹരിച്ചു എന്നുമാണ് പുതിയ വിശദമായ കഥ. ആണവായുധങ്ങൾ കൊണ്ട് പരസ്പരം ഏറ്റുമുട്ടാൻ പോവുകയാണെങ്കിൽ നിങ്ങളുമായി ഒരു വ്യാപാര കരാർ ഉണ്ടാക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്ന് ഇരുവരെയും അറിയിച്ചു എന്നാണ് ട്രംപ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. മെയ് 10 ഇന്ത്യയും പാകിസ്ഥാനും വെടിനിർത്തൽ കരാറിൽ ഒപ്പുവെച്ചതിന് ദിവസങ്ങൾക്കു ശേഷം ഇന്ത്യ നിരവധി ഹൈടെക് പാകിസ്ഥാൻ യുദ്ധവിമാനങ്ങൾ തകർത്തതായി എയർ മാർഷൽ AK ഭാരതി തന്നെ വ്യക്തമാക്കിയിരുന്നു. അതേസമയം പാകിസ്ഥാൻ വ്യോമസേനയുടെ ഒരു വിമാനത്തിന് മാത്രമേ ചെറിയ നാശനഷ്ടം സംഭവിച്ചിട്ടുള്ളൂ എന്ന് പാകിസ്ഥാനും പറഞ്ഞിരുന്നു. അതിനു പിന്നാലെയാണ് കൂടുതൽ വാദങ്ങളുമായി ഇപ്പോൾ അമേരിക്ക എത്തിയിരിക്കുന്നത്. ഇന്ത്യയിലെയും പാകിസ്ഥാനിലെയും സൈനിക മേധാവികൾക്കോ ഭരണ തലവന്മാർക്കോ അറിയുന്നതിലും കൂടുതൽ കാര്യങ്ങൾ അറിയുന്നത് ട്രംപിനാണ് എന്ന് വരുത്തി തീർക്കണം. ട്രംപാണ് പരോക്ഷമായി ലോകരാഷ്ട്രങ്ങളെ നിയന്ത്രിക്കുന്നത് എന്ന് സ്ഥാപിച്ചെടുക്കണം. പക്ഷേ ഇന്ത്യക്ക് നരേന്ദ്രമോദിയെ പോലെ ഒരു കരുത്തുറ്റ ഭരണാധികാരി ഉള്ളപ്പോൾ ട്രംപ് എന്തൊക്കെ വാദങ്ങൾ നിരത്തിയാലും ആ വാദഗതികളുടെ ഒക്കെ മുനയൊടിക്കാൻ ഇന്ത്യൻ ജനതയ്ക്ക് മോദിക്ക് മേലുള്ള വിശ്വാസം ഒന്ന് മാത്രം മതി. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച